ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. നമ്മിൽ നിന്നും പൂർണ്ണതയെ പ്രതീക്ഷിക്കുന്ന ദൈവാത്മാവിൻ്റെ ഒരു വാഞ്ചയെ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന് ഒരിക്കലും പൂർണ്ണനാവാൻ സാധ്യമല്ല എന്ന രീതിയിലുള്ള തത്വചിന്തകൾ നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നാം പൂർണ്ണരാവേണം എന്നാണ്. ക്രിസ്തുയേശു എന്ന തലയോളം നാം വളരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഇനിയും വളരെയേറെ മുന്നേറുവാനായിട്ടുണ്ട്. നാം എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നോക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അടിയേറ്റ് മാംസപിണ്ഡമായി കുരിശിൽ തൂങ്ങിയ യേശുവിനെ നാം അനുകരിക്കാറുണ്ട്. സ്നേഹത്തിൻ്റെ പ്രദർശനം നമ്മുടെ ജീവിതത്തിലൂടെ നാം കാണിക്കാറുണ്ട്. സഹനം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കാറുണ്ട്. ക്രൂശിൽ അപമാനം സഹിച്ച യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി നാമും പലപ്പോഴും ലജ്ജയെ ഏറ്റുവാങ്ങാറുണ്ട്. ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഈ നിലവാരം വളരെ ഉയർന്നതാണ് എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ 7 പൊൻനിലവിളക്കുകളുടെ മധ്യത്തിൽ മാറത്ത് നിലയങ്കി ധരിച്ച് പൊൻകച്ച അണിഞ്ഞവനായ മനുഷ്യപുത്രനെ യോഹന്നാൻ കാണുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വകരമായ ദർശനം കണ്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ വീഴുകയാണ്. പ്രിയരെ, മഹത്വത്തിൽ ആയിരിക്കുന്നവനായ ക്രിസ്തു, ശാന്തത, സൗമ്യത, ഇവയെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും അനുകരിക്കുന്നവരായ നാം അവൻ്റെ മഹത്വകരമായ ഈ അവസ്ഥയെക്കുറിച്ചും ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. അവൻ്റെ മഹത്വത്തിലേക്ക് പടിപടിയായി വളരുവാൻ നാം പ്രയത്നിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പുരുഷത്വം തികയുമാറ് നാം ജീവിച്ച് പരിശീലിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം ബലപ്പെടേണ്ടതുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹൂദ കുലത്തിലെ സിംഹമായ യേശു ക്രിസ്തു എന്ന്. അവൻ അടിയേറ്റുവാങ്ങി ചോരയൊലിപ്പിക്കുന്ന കുഞ്ഞാട് മാത്രമല്ല, മഹത്വത്തിൽ ആയിരിക്കുന്ന യഹൂദ കുല സിംഹവും കൂടിയാണ്. നമുക്ക് അല്പം കൂടി തല ഉയർത്തി നോക്കാം. ദൈവത്തിൻ്റെ മഹത്വമാവട്ടെ, ക്രിസ്തുയേശു എന്ന തലയാവട്ടെ നമ്മുടെ ലക്ഷ്യം. നാം ആ മഹത്വത്തിൽ എത്തിച്ചേരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ പരിശുദ്ധാത്മ ബലം നമ്മെ അണിയിച്ചിരിക്കുന്നു. പടിപടിയായി ഈ പൂർണ്ണതയിലേക്ക് വളരുവാൻ നമ്മുടെ ആത്മീയ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.